അവരുടെ മൊഴി മജിസ്ട്രേറ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അത് അവർ സത്യം പറയുകയാണെന്നുള്ള ഉറപ്പ് വരുത്തണം. ഇനി അവർ ഇതാ പറയുന്നെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ പോവുകയും ചെയ്യരുത്. കാരണം അവർ ഈ രീതിയിൽ അവർ മൊഴി കൊടുക്കുന്നെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതേ ഉള്ളൂ അവർക്ക്. കാരണം പ്രതിയുടെ മൊഴിക്ക് യാതൊരു വിലയില്ല. അല്ലെങ്കിൽ പ്രതി കുറ്റസമ്മത മൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ കൊടുക്കണം, എങ്കിൽ മാത്രമേ അതിന് വിലയുള്ളൂ. അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആണെങ്കിലും വേണ്ടിയില്ല. അതായത് മറ്റൊരാളോട് ഈ സംഭവങ്ങൾ തുറന്നു പറയണം. അങ്ങനെ പറഞ്ഞിട്ട് അയാളുടെ മൊഴിയാണെങ്കിൽ അത് സ്വീകാര്യമാണ്. അത് എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഒന്നുകിൽ ജുഡീഷ്യൽ കൺഫെഷൻ വേണം, അല്ലെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ വേണം. പക്ഷെ അതൊരു പോലീസിന്റെ സാന്നിധ്യത്തിലാവരുത്. ഇപ്പോൾ മജിസ്ട്രേറ്റിന് മൊഴി കൊടുക്കാൻ നേരത്തായാലും ഇവൻ കുറ്റസമ്മതം മൊഴി കൊടുക്കാനായാലും പോലീസ് കൊണ്ടുപോയാൽ നടക്കത്തില്ല. മജിസ്ട്രേറ്റ് അവന് സമൻസ് ഇഷ്യൂ ചെയ്യും, അവൻ കോടതി ഹാജരാവും. അതായത് അവനെ കോടതി ഹാജരാക്കണം, അത് പോലീസ്. എന്നിട്ട് പോലീസിന്റെ സാന്നിധ്യം എവിടെയെങ്കിലും ഇല്ലാന്ന് മജിസ്ട്രേറ്റ് ഉറപ്പാക്കിയിട്ട് ഇവന്റെ, അതായത് അടച്ചിട്ട കോടതി മുറിയിൽ മജിസ്ട്രേറ്റും ഇവനും മാത്രം കാണും, ബെഞ്ച് ക്ലാർക്കും കാണും, അല്ലാതെ വേറെ ആരും കാണത്തില്ല അവിടെ. അല്ലെങ്കിൽ കോടതി ഉദ്യോഗസ്ഥർക്കാണ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കയറാം. ഇതല്ലാതെ വേറെ ആരും കാണത്തില്ല. ഇവന്റെ മൊഴി രേഖപ്പെടുത്തണം, കുറ്റസമ്മത മൊഴി. എന്നിട്ട് അവന് വാണിംഗും കൊടുക്കും. അതായത് നിങ്ങൾ ഈ പറയാൻ പോകുന്ന മൊഴി എന്ന് പറയുന്നത് കുറ്റസമ്മതമാണ്, അത് നിങ്ങൾക്കെതിരെ ഉപയോഗിക്കപ്പെടും എന്നുള്ള വാണിംഗും കൊടുക്കണം. അതാ വേണ്ടത്. അങ്ങനെ കുറ്റസമ്മത മൊഴി അങ്ങനെ കൊടുത്താൽ മാത്രമേ അതിന് വിലയുള്ളൂ. ഈ വാണിംഗ് കൊടുക്കുമ്പോൾ പലവരും മാറും. ഇപ്പൊ ചെന്താമര മാറുന്ന മാറ്റം നമ്മൾ കണ്ടല്ലേ. ചെന്താമര ഇപ്പൊ എല്ലാം പുളുത്തൊന്നും പറഞ്ഞല്ലേ കോടതിയിലോട്ട് പോയേ. എന്നിട്ട് അവിടെ ചെന്നപ്പോ അവന് ഒന്നും മൊഴിയൊന്നും ഇല്ലല്ലോ, ഞാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പോയില്ലേ എന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ അതിന് സർവ്വസാധ്യതയുള്ള ഒരു കേസാണ്. കാരണം അല്ലെങ്കിൽ അതുപോലുള്ള റീസൺ കാണണം. പക്ഷെ ഇതിനകത്ത് റീസൺ ഒന്നും കാണുന്നില്ല. എന്തോ റീസൺ ഉള്ളത്? ഒരു റീസണും കാണുന്നില്ല. അപ്പോൾ ഇത് പോലീസ് ശരിയായ രീതിയിൽ, ഇപ്പൊ പോലീസ് ഇവനിത് അങ്ങോട്ട് പറഞ്ഞെല്ലാം അവനങ്ങ് ഏറ്റെടുത്തു. പോലീസ് പോയി ഇതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇതിന് എവിഡൻസ് കളക്ട് ചെയ്തിട്ട് ഇവൻ കുറ്റക്കാരനാണെന്ന് കോടതി പ്രൂവ് ചെയ്യണം, എന്നാലേ മാർഗമുള്ളൂ. അല്ലാതെ ഇവൻ പറയുന്നത് കേട്ടോണ്ടൊന്നും പോലീസ് അതും എഴുതി വെച്ചോണ്ടൊന്നും ഇരിക്കരുത്. പോലീസിന് ഇപ്പോൾ പേടിയുണ്ട്, അവന്റെ ലിവറിലെങ്ങാണ് ഇതങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ള ഭയം ഉള്ളത് കൊണ്ടായിരിക്കാം മേ ബി പോലീസ് ഒന്നും ചെയ്യാത്തത്. പക്ഷേ അത് നിർബന്ധമായിട്ടും ആ രീതിയിൽ അവനെ ചോദ്യം ചെയ്തേ പറ്റുള്ളൂ. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം, എന്നാലേ പറ്റൂ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേഹത്തുണ്ടായ മുറിവുകൾ, മുഖത്തുണ്ടായ മുറിവ്, തലയ്ക്കൊക്കെ പരിക്കേറ്റേക്കുന്നതെന്നൊക്കെ പറയുന്നത് കട്ടിലിൽ നിന്ന് വീണതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പലരും അങ്ങനെ മാറി പറയാറുണ്ട്. അതിപ്പോ അവർ പറയുന്ന കാര്യമില്ല. അവരുടെ മൊഴി മജിസ്ട്രേറ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കണം. എന്നിട്ട് അത് അവർ സത്യം പറയുകയാണെന്നുള്ള ഉറപ്പ് വരുത്തണം. ഇനി അവർ ഇതാ പറയുന്നെന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കാൻ പോവുകയും ചെയ്യരുത്. കാരണം ഈ രീതിയിൽ അവർ മൊഴി കൊടുക്കുന്നെങ്കിൽ ഇവനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതേ ഉള്ളൂ അവർക്ക്. കാരണം മറ്റേ മകൻ പോയി, ഇതെന്തായാലും മകനല്ലേ, അത് അറിയുന്നില്ല എന്ന് നമ്മൾ പറയുന്നത് പോലൊന്നും അല്ല. അവരൊക്കെ മനസ്സിലായി കാണും. മറ്റേ മകൻ എന്തായാലും ഇല്ല, അവിടെ ആരെങ്കിലും പറയാനൊന്നും ഇരിക്കത്തില്ല അവരുടെ അടുത്ത്. മറ്റേ മകൻ ഇല്ലാതെ പോയി. ഇനി ഒരുത്തനെങ്കിലും ഉണ്ട്, അവനകത്താണ്. അപ്പൊ അവനെ രക്ഷിക്കാനുള്ള ഒരു മാർഗം ഒരു മാതാവ് എന്നുള്ള നിലയ്ക്ക് അവർ നോക്കുന്നതാണ്. അപ്പൊ അതൊരു മാതൃത്വത്തിന്റെ ഒരു ബഹിർസ്ഫുരണം എന്ന് മാത്രമേ നമുക്കത് കാണാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അത് അവരുടെ മൊഴിയൊന്നും അത് വിശ്വസനീയമായ മൊഴിയല്ല. കട്ടിലേന്ന് നിന്ന് അവർ 10 തവണ വീണാൽ ഈ മുറിവൊന്നും ഉണ്ടാകത്തില്ല. ഒരാളെ കട്ടിലേന്ന് നിന്ന് 10 തവണ എടുത്ത് താഴെ ഇട്ടെന്നിരിക്കട്ടെ, എങ്കിലും ഈ മുറിവൊന്നും ഉണ്ടാകത്തില്ല. അതവർ പറയുന്ന കള്ളമാണെന്ന് ആദ്യമേ മനസ്സിലാവും. അതങ്ങ് എഴുതി തള്ളാനേ ഒക്കുള്ളൂ ആ കള്ളം. അതാ ഞാൻ പറഞ്ഞ വേറെ മൊഴി പോലീസ് നോക്കി കണ്ടുപിടിച്ച് മനസ്സിലാക്കണം. സാഹചര്യ തെളിവുകളെല്ലാം കളക്ട് ചെയ്യണം. യവൻ അല്ലാതെ വേറെ ആരും അവിടെ വന്നിട്ടില്ല എന്ന് ഉറപ്പാക്കണം. അതിനുവേണ്ടി അയലത്തുള്ള സാക്ഷികളെ അവരെ എല്ലാം കണ്ടുപിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അവരുടെ മൊഴി എടുക്കണം. അതാ വേണ്ടത്. ഇത് യവൻ പറയുന്നത് ഒരു കാരണവശാലും അത് വിശ്വസനീയമായ ഒരു കാര്യമല്ല. അങ്ങനെ അവൻ അല്ലെങ്കിൽ അത് ചെയ്തിരുന്നെങ്കിൽ അവൻ അന്നേരം മരിച്ചിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും. അതൊന്നും ചെയ്തില്ലല്ലോ. അവനെ ശകല എലിപ്പാഷണോ കണ്ട് കൊക്കക്കോളയിലും കണ്ടെടുത്ത് കലക്കി കുടിച്ചിട്ട് അവൻ നേരെ മോട്ടോർ ബൈക്ക് ഓടിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോയതാണ്. അപ്പൊ എളുപ്പം. എന്നിട്ട് അവിടെ ചെന്ന് പറഞ്ഞു അവൻ വിഷവും കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ ഇത് പറയാതിരുന്നെങ്കിലോ? അറിയത്തില്ലല്ലോ. അവൻ മരിക്കാനുള്ള കാര്യമാണെങ്കിൽ അവൻ പറയൂ, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വന്നേക്കാണ് എന്ന് പറയുമ്പോൾ അവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന അവനറിയാം. കാരണം അവന് മരിക്കാനൊന്നുള്ള ഇഷ്ടമില്ല, താല്പര്യമില്ല. യഥാർത്ഥത്തിൽ ഇവന് ആത്മഹത്യ ചെയ്യാൻ വേറെ മാർഗമില്ലായിരുന്നു. ഇവന് ആത്മഹത്യ ചെയ്യണം എന്ന് കരുതിക്കൂട്ടിയാണെന്നുണ്ടെങ്കിൽ അവൻ ഇത് പോലീസ് സ്റ്റേഷനിലോട്ട് പോയി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അത് പറഞ്ഞതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായെന്ന് പറഞ്ഞാൽ മറ്റ് നിരപരാധികളൊന്നും ശിക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്.
കാരണം ഇത് അല്ലെങ്കിൽ ആ നാട്ടിൽ ഒരുപാട് അന്വേഷണം നടക്കി വീട്ടിൽ ആര് വന്നോ ആര് കയറി ഇതൊക്കെ ചോദിക്കും, പ്രശ്നം വരും. ഇവിടെ അവൻ അത് അവിടെ തൂങ്ങി നിൽക്കുന്നത് കണ്ടിരുന്നെങ്കിൽ പ്രശ്നമാണ്. കാരണം അല്ലെങ്കിൽ സംശയിക്കാം അവൻ തൂങ്ങി മരിച്ചെന്ന്. ഇത് അതുമില്ല. അവൻ ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമൊന്നും വലുതായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഈ മദ്യപിച്ച് വന്നു, അവൻ ഇതൊക്കെ ചെയ്യണം, അത് കരുതി കൂട്ടി ഉള്ള ഒരിടപാടാണ് ഈ വന്നേക്കുന്നത്. കാരണം അവന് എനിക്ക് തോന്നുന്നത് ഈ പെണ്ണിനെ അഴിച്ചു കൊല്ലണമെന്നുണ്ടെങ്കിൽ അവന് ഒരു ശകലം ഇൻടോക്സിക്കേഷൻ അവന് വേണം. അതിനാണ് അവൻ പോയി മദ്യപിച്ച് വെക്കുന്നത്. അതുപോലെ ഈ അനുജനെ കൊലപ്പെടുത്തണമെങ്കിലും ആ ഇൻടോക്സിക്കേഷൻ വേണം. അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ കരുതുന്നു. പക്ഷേ അവന്റെ ഉമ്മായെ ഉപദ്രവിക്കാൻ അവന് മദ്യമൊന്നും വേണ്ടിയിരുന്നില്ലല്ലോ. അതും നമ്മൾ കാണണം. വയസ്സായ ഒരു 95 വയസ്സുകാരിയായ ഈ ഉമ്മായ കൊല്ലാൻ അതിന് മദ്യമൊന്നും ആവശ്യം വന്നില്ലല്ലോ. അപ്പൊ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം ഇത് യഥാർത്ഥത്തിൽ അവൻ കരുതിക്കൂട്ടി തന്നെ ചെയ്തേക്കുന്ന ഒരു കാര്യമായിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒരു പ്രീ മെഡിറ്റേറ്റഡ് ആണ് ഇത്. അല്ലാതെ നമുക്ക് ഒരിക്കലും അല്ല എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം അവൻ അത് കഴിഞ്ഞിട്ട് ഒളിവിപ്പാനൊന്നും അവൻ ശ്രമിച്ചില്ല. അവൻ നേരെ പോലീസ് സ്റ്റേഷനിലോട്ടൊക്കെ പോവുകയാണ്. തൂങ്ങി മരിക്കാനൊന്നും അവൻ ശ്രമിച്ചില്ല. മറ്റു വിധത്തിൽ ആത്മഹത്യ ചെയ്യാനും ശ്രമിച്ചിട്ടില്ല. എലിപ്പാഷാണമൊന്നും തിന്ന് എളുപ്പമൊന്നും അല്ല ഇന്നത്തെ കാലത്ത്. എലിവിഷം ഒന്നും കഴിച്ചാലേ അന്നും ആ രീതിയിലൊന്നും എളുപ്പമല്ല. അല്ലെങ്കിൽ വേറെ കടുത്ത വിഷം വേറെ കിട്ടും. അതിന് പേരൊന്നും ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. പക്ഷേ അത് കിട്ടുമല്ലോ. അത് കിട്ടിയാൽ നമ്മുടെ ഗ്രീഷ്മ കഷായം കൊടുത്തെന്ന് പറഞ്ഞില്ലേ, ആ രീതിയിൽ ഉള്ള പോയിസൺ അതിനകത്തോട്ട് കീടനാശിനി വാങ്ങിച്ച് ഇതിനകത്ത് മദ്യമൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് ഒഴിച്ചങ്ങ് കുടിച്ചിരുന്നെങ്കിൽ അവൻ ചത്തു പോകത്തില്ലേ?